ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ യാദൃശികമായിട്ട് വലിയൊരു പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ചില ഫ്രാഗ്രൻസിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മളിത് വേണോ വേണ്ടേ എന്നുള്ളൊരു രണ്ട് ഒപ്പീനിയനിലേക്ക് എന്നാൽ ഒരു ടെസ്റ്റർ എടുത്തു നോക്കാം എന്ന് കരുതി അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ നല്ല വൈബ് തരുന്ന പെർഫ്യൂംസ് ഉണ്ടാവും. അങ്ങനെ എനിക്ക് കുറെ പെർഫ്യൂംസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ചിലത് ഭയങ്കര ഹൈപ്പിൽ വന്നിട്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു വൈബും ആവില്ല അതിനെ കിട്ടുക. എന്താണ് ഇത് ആളുകൾ ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. സോ അങ്ങനെ അല്ലാതെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഒരു സാധനം അപ്ലൈ ചെയ്തിട്ട് ദിസ് ഈസ് ഫൈൻ എന്ന് തോന്നിയ ഒരു പെർഫ്യൂം സോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. ഇത് ലേറ്റസ്റ്റ് ഓർ ബേബി ഡോൾ YSL ബേബി ഡോൾ പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വെർഷൻ ആണ്. ചിലർക്ക് പെർഫ്യൂമിന്റെ പേര് കേൾക്കുമ്പോൾ ഇതെന്താ ബേബി ഡോൾ എന്നൊക്കെ പേര്, ഇത് ചിലപ്പോൾ ഭയങ്കര എക്സ്ട്രീം ഫെമിനിൻ ഫ്രാഗ്രൻസ് ആയിരിക്കോ ഇങ്ങനെയൊക്കെ തോന്നും. സോ ഇത് ആക്ച്വലി അങ്ങനെ ഒന്നുമല്ല. ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി വൈബ് തരുന്ന ഒരു പെർഫ്യൂം. അതായത് ഇതില് മെയിൻ ആയിട്ട് നിൽക്കുന്നത് ഒന്ന് ഓപ്പണിങ്ങിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ നല്ലൊരു ബ്ലാക്ക് കറണ്ടിന്റെ ഫ്രാഗ്രൻസ് ഉണ്ട്. ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കറണ്ട്. അവിടുന്ന് പിന്നെ ഇതിങ്ങനെ കുറച്ചൊരു സ്വീറ്റ് ആൻഡ് ഫ്രൂട്ടി നോട്ട്സിലേക്കാണ് ഈ പെർഫ്യൂം പോകുന്നത്. പിന്നെ ഏറ്റവും ഡ്രൈ ഡോൺക്ക് വരുമ്പോൾ ചെറുതായിട്ട് ഒരു വുഡി പ്ലസ് ടോങ്ക ബീൻസ് കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ഒക്കെ വരുന്നുണ്ട്. ഇടയിൽ ഒരു ഫ്ലോറൽ ഹിന്റും വരുന്നുണ്ട്. അതായത് ഞാൻ നമ്മുടെ വോഗ് പെർഫ്യൂം പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ലേറ്റസ്റ്റ് ഓർ, അത് YSL തന്നെ ഒരു ഇൻസ്പയർഡ് ആണ്. YSL എന്തായാലും ഇൻ ലവ് അഗെയിൻ എന്ന പെർഫ്യൂമിന്റെ. സോ ആ ഒരു പെർഫ്യൂം കുറെ പേർക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞിരുന്നു നമ്മളെ ഷോപ്പിന്റെ അവിടെ എവിടെയെങ്കിലും ഒരു സ്പ്രേ അപ്ലൈ ചെയ്താൽ തന്നെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് അത് എന്നുള്ളത്. സോ അതിലുള്ള ഫ്രൂട്ടി നോട്ട്സിനേക്കാൾ കൂടുതൽ സ്വീറ്റ്നെസ് കൂടുതലാണ് ഇതിൽ വരുന്നത്. അതായത് ഇത് അതിന്റെ വേറൊരു റൂട്ടിലൂടെയാണ് ഈ സാധനം പോകുന്നത്. ഒരു ഫ്രഷ് സ്വീറ്റ് ഹിന്റാണ് ഇതിൽ കൂടുതൽ വരുന്നത്. മറ്റേതിൽ കുറച്ചും കൂടി ഫ്രൂട്ടി നോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റിയ ഒരു കംപ്ലീറ്റ് പെർഫ്യൂം എന്ന് വിളിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. ഇതൊരു യൂണിസെക്സ് ആണ്, ഓൾ ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ്, നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിന്റെ പെർഫോമൻസ് പറഞ്ഞാൽ ഇതൊരു 2+ hours ഇതിന് പ്രൊജക്ഷൻ ഉണ്ട്. അവിടെ നമുക്കൊരു 7+ hours ലോഞ്ചിവിറ്റിയും കിട്ടുന്ന അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൾ ഒക്കേഷൻസ് യൂണിസെക്സ് പെർഫ്യൂം. ഞാൻ ഈ അടുത്തിടെ നമ്മളിങ്ങനെ എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന പെർഫ്യൂംസിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നി ഒന്ന്. സോ അങ്ങനത്തെ ഒരു പെർഫ്യൂമും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഗിസ വൺ ആൻഡ് ഓൺലി എന്ന പെർഫ്യൂമാണ്. അതിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ. അതും ഇതൊക്കെ നല്ല വൈബ് തരുന്ന പെർഫ്യൂംസ് ആണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല. ഇത് നമ്മുടെ എഡ്സെൻസിൽ വരുന്നതാണ്. എഡ്സെൻസ് ബേബി ഡോൾ എന്നാണ് ഈ പെർഫ്യൂമിന്റെ പേര് വരുന്നത്. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ